വിറയ്ക്കുന്ന കൈകളോടെ തന്റെ മകന്റെ വയറ്റിൽ ഹോർമോൺ കുത്തിവയ്പ് നൽകി. ആ കുത്തിവയ്പിലെ വേദനയേക്കാൾ വലുത് അവന്റെ മനസ്സിനെ അലട്ടിയ ചോദ്യമായിരുന്നു. അച്ഛാ, ഞാൻ വലുതാകുമോ? ഞാൻ എന്റെ സ്വപ്നം പൂർത്തിയാക്കുമോ? റൊസാരിയോയിലെ ഫുട്ബോൾ മൈതാനങ്ങളിൽ പന്തുകൊണ്ട് മായാജാലം തീർത്ത ആ സുവർണ ബാല്യം പെട്ടെന്ന് അവസാനിച്ചു. ലിയോ മെസ്സിക്ക് അന്ന് വെറും 10 വയസ്സ്. അവന്റെ ശരീരം വളരുന്നില്ല എന്ന ചെറിയ ആശങ്ക പെട്ടെന്നുതന്നെ ഒരു കൊടുങ്കാറ്റായി മാറി. തുടർച്ചയായ ഡോക്ടർമാരുടെ സന്ദർശനം. ഓരോ പരിശോധനയിലും ജോർജ് മെസ്സിയുടെയും സെലിയ കുച്ചിറ്റിനിയുടെയും ഹൃദയം കൂടുതൽ വേദനിച്ചു. ഒടുവിൽ ആ സത്യം ഒരു ഇടിമുഴക്കം പോലെ അവരുടെ ജീവിതത്തിൽ പതിച്ചു. ലിയോക്ക് വളർച്ചാ ഹോർമോൺ കുറവ് അഥവാ GHD ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി സ്ഥിരീകരിച്ചു. ഒരു ഫുട്ബോളറുടെ സ്വപ്നങ്ങൾക്ക് ഇതിലും വലിയൊരു വെല്ലുവിളി വേറെയുണ്ടായിരുന്നില്ല. ശരീരം വളരാതിരുന്നാൽ അവന്റെ ഉയരം കുറയും. കളിക്കളത്തിൽ അവന്റെ പ്രതിഭയ്ക്ക് മുന്നിൽ ഈ പരിമിതി ഒരു അഗ്നിപർവ്വതം പോലെ ഉയർന്നു നിൽക്കും. ചികിത്സയില്ലെങ്കിൽ അവന്റെ ഫുട്ബോൾ ജീവിതം അവിടെ അവസാനിക്കും. ഒരു ഇതിഹാസമായി മാറേണ്ട കുട്ടി ഒരു സാധാരണ ജീവിതത്തിലേക്ക് ഒതുങ്ങേണ്ടിവരും. ദാരിദ്ര്യത്തിന്റെ മതിൽ. ചികിത്സ ലളിതമായിരുന്നില്ല. ഓരോ ദിവസവും ഹോർമോൺ കുത്തിവയ്പ്പുകൾ ആവശ്യമായിരുന്നു. എന്നാൽ യഥാർത്ഥ ദുരന്തം അതായിരുന്നില്ല. അത് ആ ചികിത്സയുടെ ചെലവായിരുന്നു. ഓരോ മാസവും ആവശ്യമായി വന്നത് ജോർജ് മെസ്സിയുടെ 1 വർഷത്തെ വരുമാനത്തിന് തുല്യമായ തുക. ഒരു സാധാരണ തൊഴിലാളിവർഗ കുടുംബത്തിന് താങ്ങാൻ കഴിയാത്തത്ര വലിയ ഭാരം. സ്വപ്നങ്ങൾ അതിന്റെ പൂർണ്ണതയിലേക്കെത്തേണ്ട സമയത്ത് ദാരിദ്ര്യം ഒരു മതിലായി അവർക്ക് മുന്നിൽ നിന്നു. ന്യൂവെൽസ് ഓൾഡ് ബോയ്സ് ക്ലബ്ബ് ലിയോയുടെ മായാജാലം കണ്ടവരാണ്. അവർ ആദ്യം കുറച്ച് സഹായം നൽകിയെങ്കിലും ഈ ഭീമമായ ചെലവ് മുന്നിൽ വന്നപ്പോൾ അവർ കൈമലർത്തി. ഞങ്ങൾക്ക് കഴിയില്ല, അവർ നിസ്സംഗതയോടെ പറഞ്ഞു. റൊസാരിയോയിലെ മറ്റു ക്ലബ്ബുകളും മെസ്സിയുടെ കുടുംബത്തിന് സഹായം നൽകാൻ തയ്യാറായില്ല. ലിയോയുടെ ജീവിതം മൈതാനത്തെ ആഘോഷങ്ങളിൽ നിന്ന് ആശുപത്രിയുടെ മങ്ങിയ വെളിച്ചത്തിലേക്ക് മാറി. ഓരോ രാത്രിയും അച്ഛൻ ജോർജ് വിറയ്ക്കുന്ന കൈകളോടെ തന്റെ മകന്റെ വയറ്റിൽ ഹോർമോൺ കുത്തിവയ്പ് നൽകി. ആ കുത്തിവയ്പിലെ വേദനയേക്കാൾ വലുത് അവന്റെ മനസ്സിനെ അലട്ടിയ ചോദ്യമായിരുന്നു. അച്ഛാ, ഞാൻ വലുതാകുമോ? ഞാൻ എന്റെ സ്വപ്നം പൂർത്തിയാക്കുമോ? അച്ഛന്റെ കണ്ണുകളിൽ മറുപടിയില്ലായിരുന്നു. അവർ പണത്തിനായി അലഞ്ഞു. ജോർജ് തന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സമീപിച്ചു. എല്ലാവരും കൈമലർത്തി. പ്രതിഭയ്ക്ക് വിലയിടാൻ കഴിയാത്ത ലോകം ചികിത്സയ്ക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടച്ചു. ലിയോയുടെ മാന്ത്രികമായ കാൽവെപ്പുകൾ നിലയ്ക്കാൻ പോകുകയാണോ? അവന്റെ സ്വപ്നങ്ങൾ റൊസാരിയോയുടെ പൊടിനിറഞ്ഞ മൈതാനങ്ങളിൽ ഒരു അപൂർണമായ കഥയായി അവശേഷിക്കുമോ? അങ്ങകലെ ഒരു വെളിച്ചം. പ്രതീക്ഷ മരിച്ചു തുടങ്ങിയ ആ രാവുകളിൽ റൊസാരിയോയിൽ നിന്നും ലോകത്തിന്റെ അങ്ങേയറ്റത്തുള്ള ഒരു നഗരത്തിലേക്ക് അവന്റെ പ്രതിഭയുടെ വാർത്ത എത്തിച്ചേർന്നിരുന്നു. നിരാശയുടെ ഈ ഇരുണ്ട തുരങ്കത്തിൽ ഒരു നേരിയ വെളിച്ചം അവനുവേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവന്റെ കളിയിലെ മാന്ത്രികത ദൂരെ നിന്ന് തിരിച്ചറിഞ്ഞ ആ ക്ലബിന്റെ പ്രതിനിധി ലിയോയുടെ കുടുംബത്തെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. വളർച്ചാ ഹോർമോണിന്റെ പേരിൽ ലിയോ മെസ്സിയുടെ ഫുട്ബോൾ സ്വപ്നം ഇല്ലാതാകുമോ? ചികിത്സാ ചെലവിൽ ക്ലബ്ബുകൾ കൈമലർത്തിയപ്പോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ബാഴ്സലോണയിലെ ഒരു ഡയറക്ടർ ഒരു ചൂതുകളിക്ക് തയ്യാറെടുത്തു. ആ ധീരമായ തീരുമാനമാണ് ചരിത്രമായത്. അടുത്തറിയാം. അധ്യായം 5. ഒരു ഡയറക്ടറുടെ ദീർഘവീക്ഷണം. കൂടുതൽ കഥകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.